എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. കൊട്ടാരക്കരയിലുള്ള ഒരു പാസ്റ്റർ, അദ്ദേഹത്തെ തന്നെ അപ്പസ്തോലൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പം നമ്മളെ എന്ത് വേണമെങ്കിലും വിളിക്കുന്നതിന് ആരുടെയെങ്കിലും പെർമിഷൻ വേണം? ആരുടെയും പെർമിഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പുള്ളിക്ക് തന്നെ ഒരു പങ്ക് പേരങ്ങ് ഇട്ടു, അപ്പസ്തോലൻ. അതിനിപ്പോൾ എന്നാ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എനിവേ, അപ്പോൾ ആ മനുഷ്യനെ എല്ലാവരും കൂടി അങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടും യൂട്യൂബിലൊക്കെ ഇട്ടുകൊണ്ട് അങ്ങ് വലിച്ചു കയറുവാണ്. അപ്പോൾ കേട്ടാൽ തോന്നുന്നു ഈ മനുഷ്യൻ മാത്രമേ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നുള്ളൂ. ഈ പെന്തക്കോസ്തുകാരുടെ എല്ലാ ചർച്ചകളിലും ഇതൊക്കെ തന്നെയല്ലേ നടക്കണം. എന്നിട്ട് ആ ഒരു മനുഷ്യനെ മാത്രം അങ്ങ് എല്ലാവരും കൂടി ഇട്ടങ്ങ് അലക്കുവാണ്. പുള്ളി എന്താ ചെയ്ത്? പുള്ളി ഒരു ഇച്ചിരി പൈസ ചോദിച്ചു. ആ പൈസ ചോദിക്കുന്നതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവനോട്ടല്ലേ പറഞ്ഞോളൂ. പുള്ളി പറഞ്ഞത് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ: എടാ, നീയോ തരുന്നില്ലെങ്കിൽ തരണ്ട, എന്നാൽ കൊടുക്കുന്നവനെയെങ്കിലും തടയേണ്ട കാര്യമുണ്ടോ എന്നല്ലേ പുള്ളി ചോദിച്ചുള്ളൂ. അതിന് പുള്ളിയുടേതായ കുറച്ചൊരു ആത്മീയ ഭാഷയിൽ അങ്ങ് സംസാരിച്ചു. അങ്ങനെ പുള്ളിക്ക് ദേഷ്യം വരാതിരിക്കുമോ? പുള്ളി ഇച്ചിരി പൈസ ചോദിച്ചപ്പോൾ അത് കൊടുക്കാതെ അതിനെതിരെ പറയുന്നവന്മാരെ പിന്നെ പുള്ളി എന്ത് ചെയ്യണം? എൻ്റെ പൊന്നു, അതൊക്കെയാണ് നിങ്ങൾ വലുതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞങ്ങളുടെയൊക്കെ സൈഡിലോട്ട് വാ. വെട്ടിക്കളയുന്നവരാ. ഞങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ഞങ്ങളെയൊക്കെ വെട്ടാൻ നിൽക്കുക. പിന്നെ പുള്ളി അങ്ങ് സ്റ്റേജിൽ കയറി വെട്ടല. കോടാലി താഴെ ഇരിപ്പുണ്ട്, വെട്ടുമെന്ന്. അപ്പം പാവങ്ങളായ ഞങ്ങൾ ചോദിക്കുക, എൻ്റെ കർത്താവേ, അപ്പോൾ ഈ പുള്ളി ചെയ്ത് കൂട്ടുന്നതിനൊന്നും ഒരു കണക്കുമില്ല അങ്ങേക്ക്. അങ്ങ് ഈ പുള്ളീനെ, അപ്പോൾ ഇതൊന്നും ഈ പുള്ളിക്ക് ബാധകമല്ലേ നീ പാവപ്പെട്ട ഞങ്ങളൊക്കെ ചോദിക്കും, പാവപ്പെട്ട വിശ്വാസികൾ ചോദിക്കും. പക്ഷേ അപ്പോഴും ദൈവത്തിനൊരു ഉത്തരേ പറയാനുള്ളൂ. കാരണം ഈ വളഞ്ഞു വിളഞ്ഞതിന് നേരെയാക്കാൻ പോയാൽ അത് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് അതിനെയൊക്കെ ഒരു ടൈം വരെ അങ്ങ് നിർത്തിയേക്കുക. അതിങ്ങനെ വിളഞ്ഞ് നിൽക്കും. അതിന് നേരെയാക്കാൻ പറ്റിയില്ല, ഒടിഞ്ഞു പോകും. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളഞ്ഞിരിക്കുന്ന, നല്ല കട്ടിയിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതിന്, എന്നാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതിനെ നമുക്ക് നേരെയാക്കാൻ ശ്രമിച്ചാലൊന്നും പറ്റത്തില്ല. പക്ഷേ നല്ല കട്ടിയിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതിനെ നേരെയാക്കാൻ പോയാൽ അത് ഒടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിയോട് പറയാത്ത. ഉദ്ദേശിച്ചത് പുള്ളീനെ തന്നെയാണ്, പക്ഷേ പുള്ളിക്കത് മനസ്സിലാകിയില്ല. അതുകൊണ്ടത് നേരെ വിശ്വാസിക്കിട്ട് ഇടും. എന്തിനാ? എനിക്കെതിരെ പറയരുത്, പറഞ്ഞാൽ ഞാൻ സ്റ്റേജിൽ കയറി വെട്ടും. പിന്നെ അവർക്കതല്ലേ പറ്റുള്ളൂ. വിശ്വാസികൾക്കാണെങ്കിൽ രണ്ട് തെറിയെങ്കിലും പറയാൻ പറ്റും. ഇവർക്ക് പിന്നെ അങ്ങനെയെങ്കിലും പറയാൻ പറ്റുമോ? സ്റ്റേജിൽ കയറി നിന്നിട്ട് പുറത്തിറങ്ങി പറഞ്ഞാൽ സ്റ്റേജിൽ കയറിയിട്ട് തെറിയൊക്കെ പറയാൻ പറ്റും. അതുകൊണ്ട് പിന്നെ അവരുടെ രോക്ഷപ്രകടനം അങ്ങനെയൊക്കെയല്ലേ തീർക്കണ്ട. വെട്ടും, തട്ടും, മുട്ടും, ഇതൊക്കെയാണ്. എന്നിട്ട് പിന്നെ വലിയ വാചകടി അടിക്കും. ഊരും പേരും നാളും ഒന്നും ഇല്ലാതെ നമ്മളേതെങ്കിലും ഒരു കഥ പറഞ്ഞാൽ പുള്ളി ഉടനെ അതേ ചാടി പിടിക്കും, കള്ളക്കഥ പ്രചരിപ്പിക്കുമെന്ന്. അപ്പോൾ ഇതെങ്ങനെ പുള്ളിക്ക് മനസ്സിലായി പുള്ളീനെ ഞാൻ പറയുന്നതെന്ന്? നമ്മളെപ്പറ്റി ഞാൻ പറയട്ടെ, എൻ്റെ അടുത്തിരുന്നിട്ട് ഒരാളൊരു കഥ പറയുക, കഥ പറഞ്ഞു കഴിയുമ്പോൾ ആ കഥ എനിക്കിട്ടാണ് കൊള്ളുന്നതെന്ന് എനിക്ക് തോന്നണമെങ്കിൽ ഞാനത് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ പുള്ളി അത് കള്ളക്കഥയാന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ അത് കള്ളക്കഥയാന്ന് പറയുന്നത് അല്ലേ? ഉടനെ വെട്ടൽ, തട്ടൽ, മുട്ടൽ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത്, ഈ കൊട്ടാരക്കരയിലുള്ള അപ്പസ്തോലൻ എന്താ ചെയ്തേ? വെറും ഒരു 8 കോടി രൂപ, ഒരു 8 കോടി രൂപയാണ് ആ മനുഷ്യൻ ചുമ്മാ, അതും പിരിക്കാനല്ല ചോദിച്ചുള്ള ആൾക്കാരോട് സത്യം പറഞ്ഞിട്ടല്ലേ ആ മനുഷ്യൻ മേടിക്കുന്നത്. ആ മനുഷ്യൻ എന്താ പറഞ്ഞു? വേറെ ഒന്നിനും അല്ലല്ലോ, പുള്ളി സഭ പണിയാൻ ഒരു 8 കോടി രൂപ തരാൻ എല്ലാവരും കൂടി ഒന്ന് പിരിച്ചു തന്ന് സഹായിക്കണം എന്നാണ് പറഞ്ഞത്. ആ മനുഷ്യൻ്റെ നല്ല മനസ്സിനെ നമ്മൾ മാനിക്കണ്ട. ആ മനുഷ്യന് ഒന്നുമില്ലെങ്കിലും ഒരു കെട്ടിടം പണിയാനല്ലേ, ഒരു സഭ പണിയാനല്ലേ. അതും ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കുകയല്ലേ ചെയ്തേ, ഇരക്കുകയല്ലേ ചെയ്തുള്ളൂ. കള്ളത്തരമൊന്നും പുള്ളി പറഞ്ഞില്ലല്ലോ, പുള്ളി ഉള്ള സത്യമല്ലേ പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് വേറൊരു കഥ കേൾക്കണോ? എനിക്കറിയാവുന്ന ഒരു ആൻറ്റിയുണ്ട്. പുള്ളി ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു ആൻറ്റിയാണ്. ആ പുള്ളിക്കാരത്തി കഷ്ടപ്പെട്ട് ഈ ബ്യൂട്ടീഷ്യന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നറിയാം. കാരണം ഈ എന്താ പറയുക, പേനും ഈരും ഒക്കെ പിടിച്ച മുടിയൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ പെണ്ണുങ്ങൾ ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചയായിട്ട് നനയ്ക്കാത്ത മുടിയായിട്ടായിരിക്കും ചെല്ലുന്നത്.
ആ മുടിയൊക്കെ കഴുകി പെറുകി വൃത്തിയാക്കി നല്ല സ്റ്റൈലാക്കി വെട്ടിക്കൊടുക്കുന്നതിന് എന്ത് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ആൻറ്റി അങ്ങനെ ഉണ്ടാക്കിയ പൈസ. ഒരു പുള്ളിയും കെട്ടിയോളും കൂടെ ചെന്നിട്ട് ആ ആൻറ്റിയോട് പറഞ്ഞു, നമ്മൾ ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ടുള്ള എന്തോ ഒരു സംഘടനയാണ്, ആ സംഘടനയ്ക്കകത്ത് ഒരു വലിയ ഏതാണ്ട് കെട്ടിടമൊക്കെ പണിയാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു പലകയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു കല്ലിനകത്ത് ആൻറ്റിയുടെ പേര് ഞങ്ങൾ എഴുതി വെക്കാം. പകരം ആൻറ്റി ഞങ്ങൾക്ക് എന്ത് തരണം? 15 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞു. പാവം ഈ പുള്ളിക്കാരത്തിക്ക് പിന്നെ നോക്കുമ്പം എന്തായാലും പോട്ടെ, ഇനിയിപ്പോൾ ബ്യൂട്ടി പാർലറിനോ സ്വന്തം പേരില്ല, അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പേരിട്ടാലല്ലേ ഈ പെണ്ണുങ്ങളെ ആകർഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടെന്നാൽ അതിനകത്തോ പേരില്ല, എന്നാൽ പിന്നെ ഈ കല്ലിനകത്തെങ്കിലും ഒരു പേര് വരട്ടെ, ദൈവത്തിന് വേണ്ടി അത്രയെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിക്കാരത്തി പിന്നെ എന്തോ ദൈവഭാഗ്യത്തിന് പുള്ളിക്കാരത്തി വെറും ഒരു 7.5 ലക്ഷം രൂപ കൊടുത്തു. 7.5 ലക്ഷം രൂപ കൊണ്ട് ഈ കെട്ടിയോളും മേടിച്ചുകൊണ്ട് പോയിട്ട് ആ ആൻറ്റിയുടെ പേര് പോയിട്ട് ഒരു കായോ പൂവോ പോലും അതിനകത്ത് വെച്ചിട്ടില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. അത്രയും തെണ്ടിത്തരം ആ ആൻറ്റിയോട് കാണിച്ച ടീമുകൾ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഈ മനുഷ്യന് സഭ പണിയാനാണെന്ന് പറഞ്ഞൊരു 8 കോടി ചോദിച്ചതിന് നിങ്ങൾ ഈ കിടന്നുകൊണ്ട് ഈ എടുത്തിട്ട് അലക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ കുറച്ച് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം വിഗ് വെച്ചു എന്ന് പറഞ്ഞു. അത് പിന്നെ ആർക്കാണെങ്കിലും അങ്ങനെയൊക്കെ ഒരു വിഷയം വരൂലേ. ഇവിടെ എന്തെല്ലാം പരിപാടികൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. മൊട്ട തലയിൽ ഒരു കൊണ്ടുവന്ന ഒരു വിഗ് വെച്ചത് ഇതിന് മാത്രം വലിയ തെറ്റാണ്. എന്നിട്ട് ഇവിടെ വേറെ വലിയ പാച്ചർമാരാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വലിയ ടീമുകൾ ഇതാണ്ട് ഇവിടെ മാത്രം ഇച്ചിരി വെള്ളം വെക്കും. എന്തിനാ? ഞങ്ങൾക്ക് പ്രായമായി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ബാക്കി ഇവിടെയൊക്കെ ഡൈ അടിക്കും. മുഴുവൻ വെള്ളയാണെങ്കിലും ഇവിടെ മുഴുവൻ ഡൈ അടിച്ചു വെക്കും. എന്നിട്ട് ഇവിടെ മാത്രം ഇച്ചിരി ഇച്ചിരി വെള്ളം വെക്കും. എന്നിട്ട് ഭയങ്കര പ്രസംഗമാണ് സ്റ്റേജിൽ കയറിയിട്ട്. എന്ത്? വിശ്വാസികൾ ക്യൂടെക്സ് ഇടരുത്, ലിപ്സ്റ്റിക്ക് ഇടരുത്, പിന്നെ തലയിൽ കളറ് പിടിപ്പിക്കരുത്, ആഭരണം ഇടരുത്, ഊരരുത്, എന്തെല്ലാം നിയമങ്ങളാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ വല്ലതും ചെയ്തോ? ഇല്ലല്ലോ. ഇനി നിർത്തണം കേട്ടോ. പാവം ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കയറ്റുന്നതിന്. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ട് ആ മനുഷ്യനെ പറഞ്ഞേക്കുന്നത് പിന്നെ അപ്പൻ്റെ പൈസ കണ്ടുകൊണ്ട് മകളെ കെട്ടിയതാണ്. പിന്നെ നിങ്ങളൊക്കെ പിന്നെ മകളുടെ കൃപ കണ്ടുകൊണ്ട് കെട്ടിക്കൊണ്ട് വരുന്നതല്ലേ. എന്തോ ഒരു വിശുദ്ധന്മാരെ എല്ലാവരും. ഒരു കോടീശ്വര പുത്രിയൊക്കെ കിട്ടിയാൽ നിങ്ങളൊക്കെ വേണ്ടെന്നങ്ങ് വെക്കും. ഈ പറയുന്നമാരൊക്കെ അങ്ങ് വേണ്ടെന്ന് വെക്കും. ചുമ്മാ അങ്ങ് കിടന്നുകൊണ്ട് പറയല്ലേ. ഇവിടെ സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് വലിയ വിശുദ്ധി പ്രസംഗിക്കുന്ന പാസ്റ്റർമാരുടെയും ആത്മീയ നേതാക്കന്മാരുടെയൊക്കെ മക്കളിവിടെ എന്താ പറയുക, ബാർ ഡാൻസുകളിൽ പോയിട്ട് ഡാൻസ് കളിക്കും, പിന്നെ വന്നിട്ട് ആരാധിക്കുകയും ചെയ്യും. എന്നിട്ട് അതിലും നല്ല സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിനെയൊക്കെ പോയി കല്യാണം കഴിക്കുകയും ചെയ്യും. അന്നേരമാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു കോടീശ്വരനായ ഒരു അപ്പൻ്റെ മകളെ കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര വലിയ കോലാഹലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നാണമില്ലേ നിങ്ങൾക്കൊക്കെ? ഈ ലോകത്തിലോട്ടൊന്ന് ഇറങ്ങ്. ഇതിലും വലിയ കള്ളന്മാരുണ്ട്. അന്നേരമാണ് ആ മനുഷ്യനിട്ട് എല്ലാവരും കൂടി അങ്ങ് ക്രൂശിക്കുന്നത്. ആ പുള്ളി ഒരു ഇച്ചിരി പൈസ തരാത്തവനെ ഒന്ന് ശപിക്കുമല്ലോ. ശപിക്കുന്ന പോലെ ഒന്ന് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഇവിടെ വെട്ടിക്കളയാൻ നിൽക്കുന്നു പുള്ളി. അവരുടെ എന്താ പറയുക, ആ ഒരു എത്രയിൽ പറഞ്ഞിട്ട് പുള്ളി അവരെ വെട്ടണേ കർത്താവേ, തട്ടണേ കർത്താവേ എന്നൊന്നും പുള്ളി പറഞ്ഞില്ലല്ലോ. ഇവിടെ അതിനെ കഴിഞ്ഞ് വലിയ ടീമുകൾ വെട്ടാൻ നിൽക്കുന്നവരാണ്. അവനെ അങ്ങ് തട്ടിക്കളയണേ കർത്താവേ, അവനെ അങ്ങ് വെട്ടിക്കളയണേ കർത്താവേ എന്ന് പറയുന്ന ടീമുകൾ ഇവിടെ ഉള്ളപ്പോഴാണ് ഈ മനുഷ്യൻ അത്രയല്ലേ ചെയ്തുള്ളൂ. നിങ്ങൾ ഈ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നിങ്ങൾക്കൊന്നും മനസ്സിലാകാനിട്ടാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് വലിയൊരു കടലാണ് മക്കളെ. അതിനകത്ത് പലതരം മീനുകളുണ്ട്, തിമിംഗലങ്ങളുണ്ട്, അങ്ങനെ പല ടൈപ്പുകളുണ്ട്. പിന്നെ വിശ്വാസികളും തീരെ കുറവൊന്നുമല്ല കേട്ടോ. നമ്മളെ വിശ്വാസികളും തീരെ കുറവൊന്നുമല്ല. കാരണം പാസ്റ്ററിൽ വ്യാപരിക്കുന്ന ആത്മാവൊക്കെ തന്നെയല്ലേ ഞങ്ങളിലും ഉള്ളൂ. അല്ലാതെ വേറെ എവിടെ നിന്ന് വേറെ വല്ലതും വരാൻ പറ്റും? പാസ്റ്റർ ഞങ്ങളുടെ തലയിലൊക്കെ കൈവച്ച് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കും. പിന്നെ ആ ആത്മാവല്ലാതെ വേറെ വല്ല ആത്മാവും ഞങ്ങളുടെ അടുത്തോട്ട് വരുമോ? അവിടെ ഞങ്ങളും കൊട്ടും തട്ടും മുട്ടും, ഇതൊക്കെ തന്നെ ഞങ്ങളുടെയും പരിപാടി. വേറെ വല്ലതും കിട്ടുമോ? മത്തൻ നട്ട കുമ്പളം മുളയ്ക്കുമോ? ഇല്ല. അതുകൊണ്ട് പാസ്റ്ററിലുള്ള ആത്മാവൊക്കെ ഞങ്ങളുടെ കയ്യിലും ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളും കുറച്ച് തീരെ ചെറിയ ആൾക്കാരൊന്നും അല്ല. അവരിലുള്ള ഈ എന്താ പറയുക, ഈ തട്ടലിൻ്റെയും മുട്ടലിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ആനപ്പകയുടെയും
ഒക്കെ ആത്മാവ് തന്നെയായിരിക്കും വിശ്വാസികളിലും ഉള്ളത്, ഒട്ടുമിക്കതിലും ഉള്ളത്. പിന്നെ ചിലരൊന്നും ഇങ്ങനത്തെ കൾട്ടുകളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പോയി തല വെച്ച് കൊടുക്കുകയില്ല. പിന്നെ ഞങ്ങളെപ്പോലത്തെ പാവപ്പെട്ട വിശ്വാസികളുണ്ട് ഈ വഴിയെ കൂടെ പോകുന്ന ഏത് അണ്ടൻ്റെ അടകോടൻ്റെ കീഴെ പോയിട്ട് പ്രാർത്ഥിക്കണം പാസ്റ്ററേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. ആ പുള്ളി വന്നിട്ട് അപ്പം തന്നെ തലയിൽ കൈയും വെക്കും. ആ പുള്ളിയുടെ നമ്മൾ ഒന്നാമതെ പണ്ടേ ദുർബലം ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ ഈ പുള്ളിയുടെ വിശ്വാസം എല്ലാം കൂടെ നമ്മുടെ തലയിലോട്ടും കയറും. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ പരിപാടി ഉണ്ട് കേട്ടോ. കർത്തൃമേശയൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ വെട്ടും തട്ടും മുട്ടലൊക്കെ കഴിയും. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കർത്തൃമേശ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം ഞങ്ങളൊക്കെ വെള്ളയിൽ വരും കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ എൻ്റെ പൊന്നെ ഞങ്ങളൊക്കെ കരഞ്ഞ് കണ്ണുനീരൊഴുക്കി കർത്താവ് ഒരു അതിശയപ്പെട്ട് പോകും. എൻ്റെ പൊന്നോ എന്തോ ഒരു ഓസ്കാർ ലെവലിലുള്ള അഭിനയമാണ് കർത്താവ് വരെ ചോദിച്ചു പോകും. അമ്മാതിരി അഭിനയം ഞങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യും. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ പെന്തക്കോസ്തുകാരെ പറ്റി? ഞങ്ങൾക്കറിയാവുന്നതിൻ്റെ അത്രയും നിങ്ങൾക്ക് വല്ലവർക്കും അറിയാവോ? പിന്നെ ഞങ്ങൾ നല്ല എന്താ പറയുക, ഞങ്ങൾ നല്ല കൈയടിച്ച് തട്ടി മുട്ടി ഞങ്ങൾ പാട്ടും പാടും. നിങ്ങൾ ആരെങ്കിലും ചോദിക്കാൻ ഇച്ചിരി ഒച്ച കുറയ്ക്കുമെന്ന് ആരെങ്കിലും ചോദിക്കാൻ വന്നാൽ ഞങ്ങൾ നല്ല പച്ച തെറി തിരിച്ച് വിളിക്കുകയും ചെയ്യും. ഇതൊക്കെയല്ല പിന്നെ ഞങ്ങളുടെ സ്പിരിറ്റ്. നിങ്ങൾക്ക് മാത്രം തെറി പറഞ്ഞാൽ മതി, ഞങ്ങൾക്കും പറയണ്ടേ? ഇത്രയൊക്കെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലേ എത്രയോ എണ്ണമാണ് പെന്തക്കോസ്തിയിൽ നിന്ന് തിരിച്ചു പോയിരിക്കുന്നത്. സഹി കെട്ടിട്ട് പോയതാ. കർത്താവ് ഒരു തെറ്റും ചെയ്തില്ല കേട്ടോ. കർത്താവ് അന്നും ഇന്നും നല്ലവനാണ്. എത്രയോ എണ്ണം തിരിച്ചുപോയി. പലപ്പോഴും ഓർക്കും. അതൊക്കെ നോക്കുമ്പോൾ ജ്ഞാനായ കത്തോലിക്സ്, ഞങ്ങളുടെ ജ്ഞാനായ കത്തോലിക്സൊക്കെ എത്ര നല്ലതാണ്. ഒറ്റ ഒരെണ്ണത്തിന് ഇങ്ങോട്ടും എടുക്കത്തില്ല. ഇവിടുന്ന് ഏതെങ്കിലും വിട്ടുപോയാൽ ആ വഴി അങ്ങ് പറഞ്ഞു വിട്ടു. പിന്നെ തിരിച്ചെടുക്കുകയൊന്നുമില്ല. പ്യുവർ ബ്ലഡാണ്. വെറും പ്യുവർ ബ്ലഡല്ല, റോയൽ ബ്ലഡ് ഓഫ് ജ്ഞാനായ കത്തോലിക്സ്. അങ്ങനെയുണ്ട്. അപ്പോൾ അവരൊക്കെ അല്ലേ ഭേദം. എല്ലാവർക്കും കർത്താവ് ഒരുവൻ. ഇതൊന്നും കേട്ട് സാധാരണക്കാരായ ആൾക്കാരൊന്നും ഒന്നും വിചാരിക്കേണ്ട. ദൈവം എപ്പോഴും നല്ലവനാണ് കേട്ടോ. ദൈവം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന വേലകളാണ് ഇതൊക്കെ. അതുകൊണ്ട് ദൈവത്തെ നിങ്ങൾ കുറ്റം വിധിക്കേണ്ട. ദൈവം നല്ലവനാണ്, ദൈവത്തിന് മാറ്റമില്ല. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.